പുസ്തകം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 4, 5, 6 ശ്രദ്ധിച്ചു കേൾക്കണേ. പുറപ്പാടിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ എക്സോഡസ്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3, 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 4, 5 എഴുതിയിരിക്കുന്നത്. ഒന്ന്, വളരെ പ്രകടമായി ബിംബാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. 2, പാപം ചെയ്ത വ്യക്തികളുടെ പാരമ്പര്യം 4 തലമുറകൾ വരെ അഴിയപ്പെടാതിരിക്കുമെന്ന്. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുകയാണ്. ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ ബലഹീനനായ മനുഷ്യന് ആവശ്യമാണ്. ചില ആളുകൾ ഞങ്ങൾക്കൊരു അടയാളങ്ങൾ വേണ്ട, ഞങ്ങൾ അഗ്രഗണ്യരാണ്, ആത്മാവിൽ ഭും എന്ന് നിൽക്കുന്നവരുണ്ട്. ഇല്ല, നീ ജഡമാണെന്ന് ഓർക്കുക. ജഡം. ഒരു മനുഷ്യനെ നോക്കി നമ്മളിങ്ങനെ കൈതൊഴുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? അവനെ സ്തുതി പറയുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇല്ലേ? ആദരിക്കുന്നു. ഇത്രയാണ്. അതൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? എന്തിൻ്റെ അടയാളമാണ്? അവനോടുള്ള നമ്മുടെ ബഹുമാനം കൊണ്ട് നമ്മൾ കൈകൂപ്പുന്നു. അത്രയേ ഉള്ളൂ. അവൻ ആരാധിക്കുന്നുണ്ടോ? ഇല്ല, അവൻ ആരാധിക്കുന്നില്ല. അവന് സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് നല്ല സ്വഭാവം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് നല്ല സമ്പത്തും സൽസ്വഭാവം അവന് കൊടുത്തത് ഓർത്ത് അവന് ചിലപ്പോൾ നാം ബഹുമാനത്തിൽ സ്തുതിക്കുമെങ്കിലും നമ്മുടെ ആത്മാവ് അവന് കൊടുത്ത, അവന് സമ്പത്തും നല്ല സ്വഭാവം കൊടുത്ത ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കും. ആണോ? കുരിശെന്ന് പറഞ്ഞാൽ 2 തടിക്കഷണങ്ങളാണ്. ആരാധിക്കില്ല. പക്ഷെ കുരിശെന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിനല്ലാതെ വേറെ ഒന്നിനെയും സിംബലൈസ് ചെയ്യുന്നില്ല. എല്ലാം ചെയ്യുന്നുണ്ടോ? വേറെന്തിന്റെ അടയാളമാണോ? ഇല്ല. അപ്പൊ നാം കുരിശിന്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പിയാൽ ആ മരത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, അതിന്റെ കണ്ടന്റ്, അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെ ഉപരിതലത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒത്തിരി പേര് അവര് പറയും, ഇതെന്താണ് ബിംബാരാധനയല്ലേ, ഇതെന്താണ് ബിംബാരാധനയല്ലേ. ഇല്ല. അപ്പോ മനുഷ്യന് നല്ല ബന്ധം വേണമെങ്കിൽ അവന് ചില അടയാളങ്ങൾ വേണം. അവന് ചില അടയാളങ്ങൾ നിർബന്ധമായിട്ട് വേണം. ആ അടയാളങ്ങളിലൂടെ നാം ബന്ധപ്പെടുന്നു. നിങ്ങളുടെ ഉത്തമ സുഹൃത്ത് വരുന്നു. ആ സുഹൃത്തിനോട് പറഞ്ഞു നിൽക്കുമോ? പിന്നെ ചിരിക്കും. ചിരി ഏതിൻ്റെ അടയാളമാണ്? നിന്റെ സാന്നിധ്യത്തെ ഞാൻ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അല്ലേ? താങ്കളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു തരം വെൽക്കമിങ് സ്പിരിറ്റാ. ചിരിക്കാം നിന്നാമോ ആൾ സ്ഥലം വിടും. കഥ തന്നെ അടയ്ക്കണമെന്നില്ല സ്ഥലം വിടാൻ. അപ്പൊ ഇതെല്ലാം അടയാളങ്ങളാണ്. അടയാളങ്ങൾ നമ്മൾ ആരാധിക്കില്ല. പക്ഷെ അടയാളങ്ങൾ നമ്മള് അതിന്റെ കണ്ടന്റിലോട്ട്, അതിന്റെ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നു. ആ കുരിശാകുന്ന സത്യത്തെയാണ്, ആ രക്ഷണീയ സത്യത്തെയാണ് നാം ആരാധിക്കുന്നത്. രക്ഷണീയ സത്യം ആരാണ്? യേശു. നമ്മൾ കുരിശിനെ കാണുമ്പോ ആരെയാണ് ഓർക്കുക? ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനെയും ഓർക്കൂല. പക്ഷെ കുരിശിനെ കാണുമ്പോൾ ആരെ ഓർക്കും? യേശുവിനെ ഓർത്തേ പറ്റൂ. അപ്പോൾ പ്രിയപ്പെട്ടവര്, ആ ദർശനം അത് കാണാൻ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ആ
ഓർമ്മ കർത്താവിങ്കിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മൾ ബലഹീനരാണ്, കർത്താവിങ്കിലേക്ക് നയിക്കുന്നു. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തുതി. പണ്ട് പഴയ നിയമത്തില് കർത്താവിനെ കുറിച്ചൊരു സങ്കല്പമില്ല. ആബാ പിതാവായ ദൈവം, നീതിമാനായ ദൈവം ഇന്നെന്ന് മാത്രമേ സങ്കല്പമുള്ളൂ. അതുകൊണ്ട് ആബാ പിതാവിനെ ഒരു രീതിയിലും കൊണ്ട് നമുക്ക് പ്രതിഷ്ഠിക്കാനൊന്നും പറ്റില്ല. അരൂപിയായ ദൈവം. അപ്പൊ പഴയ നിയമത്തിലായി. പക്ഷെ പുതിയ നിയമത്തിലോ എന്റെ യേശു പ്രകടമായി മനുഷ്യരോട് വന്നു. എമ്മാനുവേൽ മനുഷ്യനുമായിട്ട് ജീവിച്ചു, മനുഷ്യർക്ക് വേണ്ടി കുരിശ് ചുമന്നു, മരിച്ചു, ബലിയായി. അതുകൊണ്ട് ഒത്തിരി അടയാളങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പാദക്ഷാളനം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ കർത്താവ് പാദക്ഷാളനം ചെയ്തു. എന്തിനാണ് കർത്താവ് പാദക്ഷാളനം ചെയ്തത്? കർത്താവ് നമ്മുടെ അടിമയെന്ന് കാണിക്കാനോ? പിന്നെ പാദസേവ ചെയ്യുന്നത് പലപ്പോഴും അടിമകളുടെ ജോലിയല്ലേ. പക്ഷേ സ്നേഹത്തിന്റെ മറ്റൊരു മകുടോദാഹരണമാണ് കർത്താവ് കാണിച്ചത്. ഞാൻ ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളും ഇപ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞ് നാളെ പോയി വികാരിച്ചെന്നെ പോയി കാലം കാണിച്ചോണ്ട് ഹേ വികാരിച്ച കഴ് പറഞ്ഞേക്കരുത്, കുഴപ്പമൊന്നും ഉണ്ടാക്കിക്കളത്. ജസ്നച്ചൻ വല്ലതും പറഞ്ഞെന്നും പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുഴപ്പമൊന്നും പറഞ്ഞു. ജസ്നച്ചൻ കാര്യത്തിലേ പറയുള്ളൂ. കർത്താവ് സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും നിറവ്, സ്നേഹവും സേവനവും ഒന്നുചേർക്കപ്പെടുന്ന നിമിഷമാണ് എവിടെ? പാദക്ഷാളന കർമ്മം. പാദക്ഷാളന കർമ്മം. കർത്താവ് അപ്പോസ്തലന്മാരുടെ പാദം കഴുകിയെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ അടിമയായോ? ഇല്ല. വീണ്ടെടുക്കുന്നവൻ, രക്ഷയുടെ ആരംഭം ഇതുപോലെ അടയാളങ്ങളിലൂടെ കാണിച്ച് 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 സ്നേഹബന്ധം എന്തെന്ന് ദൈവം പൂർണ്ണമാക്കി. അടയാളങ്ങൾ കാണിച്ചു 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 പൂർണ്ണമാക്കി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കണമെന്ന്. പെട്ടെന്ന് ചാടിക്കറി ഒന്നും ചെയ്തുകളയരുത്, അത് പോട്ടെ. നിങ്ങൾ പരസ്പരം സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കണമെന്ന്. അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ചെയ്യാറില്ല. അതിന് വളരെ ദൗർബല്യമാണത്. പരസ്പരം സന്തോഷത്തോടെ ആ സ്നേഹം. അതുകൊണ്ട് വീട്ടിലില്ലാത്ത ഞാൻ എനിക്ക് വെളിയിൽ ചെയ്യാൻ പറ്റുമോ? അവൻ ചെയ്യണ്ട. ആത്മാർത്ഥതയുടെ നിറവിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ അടയാളമാണ്, ശുശ്രൂഷയുടെ അടയാളമാണ്. ഈ ശുശ്രൂഷ അടയാളത്തെ നമ്മൾ ആരും ആരാധിക്കില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ദൈവം, ആ സ്നേഹത്തിന്റെ നിറവിൽ നിൽക്കുന്ന ദൈവം, ആ ദൈവത്തെ നാം കാണുന്നു, നാം ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, ദൈവമേ ആരാധന. ഇനി 20-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. 5-ാം ശ്രദ്ധിച്ചു കേൾക്കുക. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്.